ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയും ഹയർസിനെ കുറിച്ച് തന്നെയാണ്. ഹയർസിൻ്റെ ഇന്നുണ്ടായിരിക്കുന്ന ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്കറിയാം, ഹൈറിച്ചിൻ്റെ ലീഡർമാരും ഹൈറിച്ച് ഒളികളും തന്നെ വളരെ വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കള്ളനെ രാജാവിനെ പോലെ തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ ചില ആൾക്കാരെ രോമാഞ്ചിക്കുന്ന മെസ്സേജുകളൊക്കെ ഇടുന്നുണ്ട്. അതൊക്കെ കേട്ട് ഒരുപാട് ആൾക്കാർക്ക് വേറൊരു വാക്കുണ്ട്, അത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ വെച്ചോളൂ. അവർക്ക് രോമാഞ്ചം കൊള്ളുന്നുണ്ട്. ചില ആൾക്കാർക്ക് അത് പറയുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വേണ്ട, പോട്ടെ, നേരിട്ടാണെങ്കിൽ പറയായിരുന്നു. അപ്പോൾ രാജാവിനെ പോലെ കൊണ്ടുവരുന്ന അപ്പോൾ പറയാനുള്ളത് ഇന്നുണ്ടായിരിക്കുന്ന ഡെവലപ്മെൻറ്റ്സ്. പിന്നെ പറയുന്നുണ്ട്, നമ്മുടെ ബഡ്സിലല്ല എന്നതുകൊണ്ടാണ് ജാമ്യം കിട്ടിയത് എന്ന്. ബഡ്സിലല്ല എന്നുള്ളത് കൊണ്ടല്ല ജാമ്യം കിട്ടിയത്. സ്വാഭാവികമായിട്ടും 90 ദിവസത്തിനുള്ളിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് ആണ് കിട്ടിയിരിക്കുന്നത്. അത് 92ാമത്തെ ദിവസമാണ് ജാമ്യം കിട്ടിയിരിക്കുന്നത്. ആഗസ്റ്റ് 28-നാണ് പ്രതാപിനെ അറസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഈ കേസിൽ 1070 എന്ന് പറഞ്ഞ ബഡ്സ് കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് ആഗസ്റ്റ് 28-നാണ്. അപ്പോൾ അതിന് കഴിഞ്ഞ് 92ാമത്തെ ദിവസം അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടുള്ള ജാമ്യം കിട്ടി. അതും ഈ ബഡ്സ് കേസിൻ്റെ വിധിയും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ഷമീന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയ ലീഡറാണ്. ചില ആൾക്കാർ ഊരിപ്പോയ ലീഡറും പെട്ടുപോയ ലീഡറുണ്ട്. ആ പെട്ടുപോയ ലീഡറിൽ പെട്ടുന്നതാണ് ഈ ഷമീന എന്നൊക്കെ പറയുന്നത്. അവർക്കൊന്നും വേറെ ഓടാൻ പറ്റില്ല വേറെ സ്ഥലത്ത്. മറ്റേ നമ്മുടെ ഫിജീഷിനും ജിനിലിനും ദീപേഷ് തിരൂറിനും മറ്റ് ലക്ഷ്മണൻ അവർക്കൊക്കെ ഓടാൻ പറ്റും. അവരൊക്കെ ഓടിക്കഴിഞ്ഞു. അവരിപ്പോൾ ക്രിപ്റ്റോ തട്ടിപ്പുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവർ പറയുന്നത് ഇതുപോലെയുള്ള തട്ടിപ്പ് നടത്തിയാലാണ് പിടിക്കപ്പെടുക. ക്രിപ്റ്റോ തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ പിടിക്കപ്പെടില്ല. ആർത്തി പണ്ടാരങ്ങൾ മാത്രമേ അതിലേക്ക് പൈസ ഇടൂലൂ. അതുകൊണ്ട് തന്നെ അവർ ആരും തന്നെ, അല്ലെങ്കിൽ ബ്ലാക്ക് മണി ഉള്ളവർ മാത്രമേ അതിലേക്ക് പൈസ ഇടൂ. അതുകൊണ്ട് അവർ ആരും തന്നെ കേസിന് പോകില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടിയതൊക്കെ ലാഭമാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ മാഹി കേന്ദ്രീകരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. ഒരുപാട് ആർത്തിമൂത്ത ആൾക്കാർ അവരെ വലയിൽ ചെന്ന് പെടുന്നുകൊണ്ട് ഇരുട്ടി ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഈ ക്രിപ്റ്റോ തട്ടിപ്പ് ഗ്രാവിറ്റി ബെറ്റ എന്ന് പറയുന്ന ഈ ക്രിപ്റ്റോ തട്ടിപ്പ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഒരാളെ ചേർക്കുക, 2 ആളെ ചേർക്കുക, 4 ആളെ ചേർക്കുക, 8 ആളെ ചേർക്കുക, 16 ആളെ ചേർക്കുക, പൈസ അടിക്കുക. അതാണ് ഇവരുടെ പരിപാടി. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഉണ്ടായിരിക്കുന്ന ഡെവലപ്മെൻറ്റ്സ് ആണ്. ഇന്ന് കോടതിയിൽ ഉണ്ടായിരിക്കുന്ന ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കേസ് ഷൈജിത് ജോസ് വേഴ്സസ് കോമ്പറ്റന്റ് അതോറിറ്റി എന്നുള്ള കേസാണ്. അപ്പോൾ അതിൽ തീരുമാനമായിരിക്കുന്നു, ഷൈജിത് ജോസിന് 1 മാസത്തിനിടയ്ക്ക് താക്കോൽ തിരികെ കൊടുക്കാനുള്ള ഉത്തരവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വിധിയാണ്. ഷൈജിത് ജോസിന് കെട്ടിടത്തിൻ്റെ താക്കോൽ പോലീസ് 1 മാസത്തിനിടയ്ക്ക് തിരികെ കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ജഡ്ജ് പറഞ്ഞിട്ടുണ്ട്. അത് അവിടെയുള്ള സാധനങ്ങൾ ഹൈറിച്ചിൻ്റെതായ ഫാന്, അലമാര, കിടക്ക, മേശ, വാട്ടർ ബോട്ടിൽ, ഫ്ലവർ പോട്ട്, അങ്ങനെയുള്ള എല്ലാവിധ സാധനങ്ങളും ഊരി മാറ്റാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഊരിയെടുത്തുകൊണ്ട് കലക്ടറുടെ ഓഫീസിലേക്ക് കൊണ്ടുവെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ലേലം ചെയ്യുന്നത് മറ്റ് ലേലം ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും കൂടി ലേലം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായോ മക്കളെ എന്താണ് നിങ്ങളുടെ വിധി എന്ന്? അപ്പോൾ ഇത് തന്നെയാണ് വിധി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ നമുക്കൊരു തീരുമാനം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതെന്താണ്, മറ്റുള്ളത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഇന്ന് ഓപ്പൺ കോർട്ടിൽ ജഡ്ജി ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ എന്താണ് എന്ന്. അപ്പോൾ ഇപ്പോഴും ഹൈറിച്ച് തിരിച്ചു വരും. 29-ാം തീയതി തിരിച്ചു വരും. 30-ാം തീയതി ഓഫീസ് തുറക്കും. അടുത്ത ഞായറാഴ്ച 1-ാം തീയതി പൂളിംഗം വരും എന്ന് കാത്തിരിക്കുന്ന 1,80,00,000 ആൾക്കാരോട് നമ്മൾ എന്താണ് പറയേണ്ടത്? സന്തോഷം തന്നെയാണ് ഉള്ളത്. നിങ്ങളെ ഓർത്തിട്ട് നമുക്കൊക്കെ പണ്ട് ഓരോരാളുടെ കാര്യങ്ങളൊക്കെ സങ്കടം, വീട് ജപ്തിയാകാൻ പോകുന്നു, പൈസയില്ല, കുട്ടികൾക്ക് പൈസയില്ല, പിന്നെ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ട്. നമ്മൾ മനുഷ്യനല്ലേ ഭായി.
അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പോഴോ നമുക്കതില്ല. നമ്മൾ മനുഷ്യനല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്, നമുക്കിപ്പോൾ അതില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മളെ ഒന്നും വിശ്വസിക്കാതെ ഈ ക്രിപ്റ്റോ തട്ടിപ്പ് ചെയ്യുന്ന, മണി ചേഞ്ച് ചെയ്യുന്ന ഈ നായിൻ്റെ കളെ ഒക്കെ താങ്ങി നടക്കുന്ന നിങ്ങൾക്ക് ഇതല്ല, ഇതിൻ്റെ അപ്പുറം തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി മുതൽ നമ്മൾ അത്തരത്തിലുള്ള വീഡിയോകളാണ് ചെയ്യാൻ പോകുന്നത് കേട്ടാ. നിങ്ങളെ മാക്സിമം നമ്മൾ കളിയാക്കിക്കൊണ്ടേയിരിക്കും. പറ്റുന്നവൻ കണ്ടാൽ മതി, അൺസബ്സ്ക്രൈബ് ചെയ്യുന്നവർ അൺസബ്സ്ക്രൈബ് ചെയ്തോട്ടെ. ഇപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോകളിൽ നിങ്ങളൊന്നും അങ്ങനെ ഈ ബെല്ലൈക്കണോ നോട്ടിഫിക്കേഷനോ വന്നിട്ടല്ല കാണുന്നത്. നിങ്ങൾക്ക് യൂട്യൂബ് തന്നെ നിങ്ങൾക്ക് കൊണ്ടുതരികയാണ്, റെക്കമെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളൊക്കെ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്താലും യൂട്യൂബ് നിങ്ങൾക്ക് കൊണ്ടുതരും. ഇതാ കന്നഡക്കാരൻ്റെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടോ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി. അപ്പോൾ എന്തുകൊണ്ട് ജഡ്ജ്മെൻറ്റ് വൈകി എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ ഈ കേസിൽ 2 പേര് ഇംപ്ലീഡ് ചെയ്യുകയും അവർ തന്നെ നമ്മുടെ മാത്രമല്ല ഒരു 10-50ഓളം പേര് FIR ഇട്ടിട്ടുണ്ടെന്നും, അപ്പോൾ അവരൊക്കെ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെന്നും, അവരൊക്കെ വിവിധ തരം പ്രൊജക്റ്റുകളിലൂടെയാണ് വഞ്ചിക്കപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഒരു കെട്ട് പേപ്പർ 1800 രൂപയുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തത്, ഞാൻ കൃത്യമായി പറയാം, 1800 രൂപയുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത പേപ്പറുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് അതിലുള്ള കണ്ടൻറ്റുകൾ ജഡ്ജ്മെൻറ്റിൽ വരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്രയും FIRകൾ പിന്നെ ഈ കോടതിയുടെ വാദത്തിനിടയ്ക്ക് PP സപ്ലൈ ചെയ്ത മറ്റ് ഡോക്യുമെൻറ്റ്സ്, ഇവരുടെ ബാലൻസ് ഷീറ്റ്, ഇവരുടെ മറ്റ് വിദേശത്ത് കമ്പനി തുറന്നത്, ഇവരുടെ വിവിധങ്ങളായ ബോണ്ടുകൾ, ആ ബോണ്ടുകൾ ഇറക്കണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ വിധിയാണ് വരാൻ പോകുന്നത്. അത് അങ്ങനെ 1-2 ദിവസം കൊണ്ട് എഴുതിയാൽ തീരാവുന്നതല്ല. ചുരുങ്ങിയത് ഒരു 30 പേജെങ്കിലും ആ വിധി പ്രസ്താവത്തിൽ ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് വിധി ഇനിയിപ്പോൾ 4-ാം തീയതിയിലേക്കാണ് വെച്ചിരിക്കുന്നത്. 4-ാം തീയതിയും അത് അതിൻ്റെ ഒരു ഷേപ്പ് ആയിട്ടില്ലെങ്കിൽ അന്നും വിധി ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ഇതിനെ മാറ്റിവെച്ച് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇതൊക്കെ ആൾറെഡി ഇത് തന്നെയാണ്, മണി ചെയിൻ ആണെന്ന് നിങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തുണി പൊക്കി നോക്കേണ്ട കാര്യമേ ഉള്ളൂ, മണി ചെയിൻ ആണോ എന്ന്. ഒരു യാതൊരുവിധ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ്സും നടത്താതെ ഇത്ര ആയിരക്കണക്കിന് ആൾക്കാരെ കോടിപതികളാക്കിയ 37,000 ആൾക്കാരെ മൂഞ്ചിച്ച ഒരു കമ്പനി മണി ചെയിനാണ്. കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിനാണെന്ന് നിയമസഭയിൽ നിരവധി ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി തന്നെ ഉത്തരം പറഞ്ഞ ഒരു കമ്പനി ഇവിടെ തുറന്ന് നിങ്ങൾക്കൊക്കെ പിന്നെയും ആൾക്കാരെ മൂഞ്ചിക്കാൻ വേണ്ടി തുറന്നു തരുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. ബൈ.